ഇത്തവണത്തെ കീം പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് തിരികെ അതിലേക്ക് പോകാം. അതിനകത്ത് റാങ്ക് നിശ്ചയിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്, ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല മാത്തമാറ്റിക്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് റോഷൻ രാജു 1ാം റാങ്കും അതുപോലെ തന്നെ ധ്യാൻ തേജ് മണപ്പാട്ടി 2ാം റാങ്കും. ധ്യാൻ തേജ് ഡീറ്റെയിൽസ് തരാം. ധ്യാൻ തേജ് എഞ്ചിനീയറിംഗിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് പെൺകുട്ടിയാണ്. വിസ്മയ KR, തൃശ്ശൂർ സ്വദേശിയാണ്. അതുപോലെ തന്നെ 4ാം റാങ്ക് രോഹിത് കൃഷ്ണ H, അദ്ദേഹം എറണാകുളം ചോറ്റാനിക്കര സ്വദേശിയാണ്. മറ്റ് റാങ്കുകൾ ഡീറ്റെയിൽസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിലും ഒക്കെ റാങ്ക് ലഭിച്ച ആളുകളുടെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 3ാം റാങ്ക് കിട്ടിയിരിക്കുന്ന പെൺകുട്ടിക്കാണ്. അതിനുശേഷം 19ാം റാങ്ക് കിട്ടിയിരിക്കുന്നതും ഒരു പെൺകുട്ടിക്ക് തന്നെയാണ്. പിന്നെ ജില്ല തിരിച്ചിട്ടുള്ള വിശദാംശങ്ങൾ എല്ലാം നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫാർമസിയിൽ ബിഫാമിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് 300-ൽ 286.257 മാർക്കുമായിട്ട് വിനായക് നാരായണാണ്. തൃശ്ശൂർ കോട്ട സ്വദേശിയാണ്. 2ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് തൃശ്ശൂർ ഒല്ലൂർ സ്വദേശിയായിട്ടുള്ള ജെസ്സി ജസ്റ്റിൻ എന്ന വിദ്യാർത്ഥിയാണ്. 3ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ദിയ ഫാത്തിമ, മലപ്പുറം സ്വദേശിനിയാണ്. ആ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റിസൾട്ട് നിങ്ങൾക്ക് കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവേശന കമ്മീഷണറുടെ ഓഫീസുമായി പ്രവർത്തിച്ച് അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CDT, നമ്മുടെ സാങ്കേതിക വിദഗ്ധർ, ഈ പല സ്ഥലങ്ങളിലും പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സൂപ്പർവൈസർമാരായും ഇതിൻ്റെ മേൽനോട്ടത്തിനുമൊക്കെ പങ്കുവഹിച്ച നിരവധിയായിട്ടുള്ള അധ്യാപകർ, കമ്പ്യൂട്ടർ എക്സ്പേർട്സ്, അങ്ങനെ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. അതോടൊപ്പം അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇത്തവണത്തെ കീം പരീക്ഷാ ഫലം മന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു. എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് റോഷൻ രാജുവിനാണ്. 2ാം റാങ്ക് കണ്ണൂർ സ്വദേശി ധ്യാൻ തേജിന്. അങ്ങനെ ഇത്തവണത്തെ വിജയികളുടെയൊക്കെ കാര്യം പറയുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. പക്ഷേ CBSE വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസം പ്രഖ്യാപനം മാറ്റിവെച്ചത്. എന്തായാലും ആ പേരുകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആശംസകളും അറിയിക്കുന്നുണ്ട് മന്ത്രി.